ഈ അങ്ങയോട് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത്, ഈ വാമനൻ ഉൾപ്പെടെയുള്ള അവതാരങ്ങൾ, ഇങ്ങോട്ടുള്ള അവതാരങ്ങളെല്ലാം സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയും ബുദ്ധിയുടെയും ശക്തിയുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ആളുകളല്ലേ? എന്താണ് വേറെ പ്രത്യേകത? എന്താണ്? ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും അവര് ഏറ്റവും ശ്രേഷ്ഠ പദത്തിൽ എത്തിയവരാണ്. മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സമ്പത്തിനെ, ജ്ഞാനസമ്പത്തിനെ, കർമ്മസമ്പത്തിനെ നൽകിയവരാണ്. കർമ്മം കൊണ്ട്, ജ്ഞാനം കൊണ്ടും അവതാരമായവരാണ് എല്ലാവരും. ഏറ്റവും നല്ല കർമ്മമാണ്, ഏറ്റവും നല്ല ജ്ഞാനമാണ്. നമ്മൾ ഇന്നും അങ്ങനെയുള്ളവരെ ഓർക്കുന്നില്ലേ? നമ്മുടെ ഋഷീശ്വരന്മാര്, മഹർഷിമാരൊക്കെ അങ്ങനെയുള്ള. അതായത് ഇപ്പൊ ആധുനിക ഭാരതത്തിൽ ഇങ്ങനെ പല അവതാരങ്ങളുമുണ്ട്. 4 മണിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു പൊട്ട സൈക്കിളിൽ പത്രമിടാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തേക്ക് വന്ന ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ APJ അബ്ദുൽ കലാം സാറ്. അവതാരമല്ലേ? ഒരമ്മയുടെ പുത്രൻ, ലോകത്തെ അതിശയിപ്പിച്ച മനുഷ്യൻ. ശാസ്ത്രചിന്തയിലേക്ക് നമ്മുടെ ഈ യുഗം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാരി വിതറിയ അറിവാണ്, ആ മോട്ടിവേഷൻ ആണ് ഇന്ന് ഇത്രയും ഭാരതം കുതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള എനർജി. അപ്പൊ അത്തരം അവതാരങ്ങളാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ പോലെ തന്നെ ആരാധിക്കേണ്ടവരാണ്.